കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണയിലാണ് രാജ്യം. രാഷ്ട്രപതിയും പ്രതിരോധ മന്ത്രിയും കാർഗിൽ വിജയ ദിവസത്തിൽ ധീര സൈനികർക്ക് ആദരം അർപ്പിക്കുകയാണ്. വീരജവാന്മാർക്ക് രാജ്യത്തിന്റെ ആദരം. നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തിയ ഐതിഹാസിക പോരാട്ടത്തിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ സേനാ വിഭാഗങ്ങൾ ആദരമർപ്പിക്കുകയാണ്. രാജ്യത്തിന് നഷ്ടമായത് 527 സൈനികരെയാണ്. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. വിപുലമായ പരിപാടികളാണ് ഇന്നത്തെ ദിവസം സൈന്യം നടക്കുക. ലഡാക്കിലെ ദ്രാസിൽ അനുസ്മരണ പരിപാടികൾ, ഡ്രോൺ ഷോ, വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങളുമായി മുഖാമുഖം, സാംസ്കാരിക പരിപാടികൾ, പദയാത്ര തുടങ്ങിയവയൊക്കെ ഉണ്ടാകും. ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരം അർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വീരന്മാരുടെ സ്മരണയിലാണ്, ആ പോരാളികളെ സ്മരിക്കുകയാണ് കാർഗിൽ യുദ്ധവിജയത്തിന്റെ 26ാം വാർഷികത്തിൽ രാജ്യം. പി ആർ സുനിൽ നമുക്കൊപ്പം. പി ആർ സുനിൽ, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഐതിഹാസികമായ പോരാട്ടത്തിന്റെ 26ാം വാർഷികമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എത്തുന്ന കാർഗിൽ വിജയ് ദിവസ് അഭിമാനം വാനോളം ഉയർത്തുകയല്ലേ? സുജയ, തീർച്ചയായും കാർഗിൽ യുദ്ധവിജയത്തിന്റെ 26ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ വർഷത്തിന്റെ ഒരു പ്രത്യേകത എന്നത് സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയം കൂടിയാണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയവർഷമായ ഈ 2025 കാർഗിൽ യുദ്ധവിജയത്തിന്റെ 26ാം വാർഷികം രാജ്യം ആചരിക്കുന്നത്. ഇന്ന് ദ്രാസിലടക്കം നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഇന്ത്യ ഗേറ്റിലെ യുദ്ധസ്മാരകത്തിൽ നിന്നാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും 3 സേനകളുടെ തലവന്മാരും ഇപ്പോൾ യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പചക്രം അർപ്പിച്ചിരിക്കുകയാണ്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരം അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ യുദ്ധസ്മാരകത്തിൽ പൂക്കൾ അർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും രാജ്യം ഇന്ന് കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഈ 26ാം വാർഷികം വിപുലമായി തന്നെ ആചരിക്കുകയാണ്. ദ്രാസിലും നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ. ഏതായാലും 1999 മെയ് മാസം മുതൽ ജൂലൈ മാസം വരെ നീണ്ടുനിന്ന 3 മാസക്കാലത്തെ യുദ്ധമായിരുന്നു
ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളിലേക്ക് കടന്നു കയറിയ പാക് സൈനികരെ തുരത്താൻ 3 മാസം നീണ്ട വലിയ പോരാട്ടമായിരുന്നു എന്ന് ബട്ടാലിക്കിലും ടൈഗർ ഹില്ലിലുമൊക്കെ കയറി ദേശീയപാതയുടെ നിയന്ത്രണം ഏറ്റെടുത്ത പാക് സൈന്യത്തെ 3 മാസം നീണ്ട കനത്ത പോരാട്ടത്തിനൊടുവിൽ തീർച്ചയായും രാജ്യത്തിന്റെ പോരാട്ട വിജയത്തിന്റെ ഓർമ്മകൾ തന്നെയാണ് പി ആർ സുനിൽ പറഞ്ഞതുപോലെ വലിയ മലനിരകൾ കീഴടക്കി തിരിച്ചെത്താൻ എടുത്ത ഓപ്പറേഷൻ വിജയ് അതിന്റെ ഓർമ്മ പുതുക്കുക കൂടിയാണ് കാർഗിൽ ദിനം. നമ്മൾ ഈ ഒരു ദിവസം ആ വീര സൈനികരെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും നിരവധി പരിപാടികൾ നടക്കാനിരിക്കുന്നുണ്ട്. അവയെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി വീണ്ടും എത്താം നമുക്ക് പി ആർ സുനിലിലേക്ക്.